ആംബിയർ ITI. ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മുൻമന്ത്രിയും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് സ്ഥാപകനുമായ KP നൂറുദ്ദീൻ്റെ 10ാം ചരമവാർഷിക അനുസ്മരണം ചെറുപുഴ ടൗൺ ബാങ്ക് ഹാളിൽ നടന്നു. പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ യോഗം ആരംഭിച്ചത്. ബാങ്ക് ചെയർമാൻ വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ ബ്രാഞ്ച് മാനേജർ TP ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ പഞ്ചായത്ത് അംഗം അനീഷ് ആന്റണി, ബാങ്ക് ഡയറക്ടർ ജോയിസി ഷാജി, VV ദാമോദരൻ, വർക്കി നരിമറ്റം, PT അനിൽകുമാർ, P നിഖില തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സമുന്നതമായ പദവിയിലെത്തിച്ചേർന്ന നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയ ശ്രീ നൂറുദ്ദീൻ സാഹിബിൻ്റെ 10ാമത് ചരമ ദിനമാണ്. ശ്രീ നൂറുദ്ദീൻ സാഹിബ് എന്ന് പറയുമ്പോൾ ചെറുപുഴക്കാർക്ക് പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ചെറുപുഴയുമായി വളരെയേറെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അവസാന ഘട്ടം വരെയും ചെറുപുഴയിൽ പ്രവർത്തനം നടത്തി അവസാനിപ്പിച്ചതാണ്. ഏറ്റവും വലിയ ജനകീയനായ ഒരു നേതാവ് എന്ന നിലയിൽ ശ്രീ നൂറുദ്ദീൻ സാഹിബിനുള്ള സ്ഥാനം വളരെ വിപുലമാണ്. ഒരുപക്ഷെ ചെറുപുഴ ഇന്ന് നിലനിൽക്കുന്നത്, ചെറുപുഴ ഇന്ന് ഈ തരത്തിൽ പുരോഗമിച്ച് ഒരു വലിയ പട്ടണമായി വളർന്നു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ കടുത്ത പരിശ്രമത്തിൻ്റെ ഫലമാണ്. 1979 വർഷത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അന്നത്തെ ഐക്യജനാധിപത്യ മുന്നണി ഭരണം നടത്തുമ്പോൾ ശ്രീ ബേബി ജോൺ കണ്ണൂരിൽ വെച്ച് പ്രഖ്യാപിച്ചത് ചെറുപുഴയിൽ 59 ചെറുപുഴ പാലത്തിൻ്റെ മേലെ 59 അടി ഉയരത്തിൽ വെള്ളം കയറും കാക്കിടാവും നടപ്പിലാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ചെറുപുഴ പാലത്തിൻ്റെ മേലെ 59 മീറ്റർ വെള്ളം കയറുമ്പോൾ ഈ പ്രദേശം മുഴുവനും വെള്ളത്തിൻ്റെ അടിയിലാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ ഉണ്ടായ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി അന്നത്തെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ശ്രീ KP നൂറുദ്ദീൻ സാഹിബാണ് മുൻകൈയെടുത്ത് ചെറുപുഴയിൽ കുഞ്ഞകൃഷ്ണൻ നായരും കുഞ്ചക്കുന്നേൽ ജോസഫ് ഏട്ടനും അതുപോലെ അംശയാജിയും നെല്ലുവേലിയും ഞാനും ഒക്കെ അടങ്ങുന്ന അന്നത്തെ ആ ഒരു സമരസമിതിക്ക് എല്ലാ സഹായവും ചെയ്തു തന്ന തിരുവനന്തപുരത്ത് നിരന്തരമായി മുഖ്യമന്ത്രിമാരുടെ, പ്രത്യേകിച്ച് നായനാർ അന്ന് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ മുമ്പിലും പിന്നീട് തുടർന്ന് കരുണാകരൻ്റെ മുമ്പിലും ഒക്കെ ഞങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടുപോയി ഈ മലയോര മേഖലയുടെ തകർച്ചയ്ക്ക് ഇടയാക്കരുത് എന്ന് പറഞ്ഞ് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹം. ചെറുപുഴക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു നേതാവാണ് അദ്ദേഹം. കണ്ണൂർ ജില്ലയിൽ പെരുവാമ്പയിൽ കൊലയമ്പാടിയിലേക്ക് സമീപമുള്ള പ്രദേശത്ത് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരക്കച്ചവടക്കാരനാണ്. അങ്ങനെ ഒരു ചെറിയ തോതിൽ ജനിച്ച് അദ്ദേഹം സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി പെരുവാമ്പയിൽ ഒരു യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിൽ മറ്റാരേക്കാളും ഒരുപാട് സ്മാരകങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മഹാൻ. ജീവിതം വളരെ 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 വാഹനം വാങ്ങിയിട്ടില്ല. മന്ത്രിയായി എന്നപ്പോഴും മറ്റും എന്തിനു പറയുന്നു, അദ്ദേഹത്തിന് 10 സ്ത്രീധനമായി തന്ന 10 സെന്റ് സ്ഥലം. ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയും വലിയ ഉന്നതമായ സ്ഥാനം. അമ്മയെ വിട്ടുപോയി പിന്നീട് 10 വർഷം തീയാണ്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ കൃഷ്ണൻ മാസ്റ്റർ ആയിരുന്നു എന്ന് ഇവിടെ കൃഷ്ണമാർ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് ഈ ബാങ്ക് അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾ എല്ലാം എനിക്ക് തോന്നുന്നു റിസർവ് ബാങ്കിൻ്റെ അധീനതയിൽ ഉള്ളൊരു കോപ്പറേറ്റീവ് ബാങ്ക് ഇത് മാത്രമാണെന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ് നമുക്ക് ആവശ്യം, നമ്മുടെ നാടിനാവശ്യം. നമുക്ക് ടൗൺ ബാങ്ക്, അതുപോലെ തന്നെ മഹാത്മാ കോളേജ്, അതുപോലെ കണ്ണൂർ ആരോഗ്യ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നമ്മുടെ ആൾക്കാർക്ക് ഒരുപാട് സഹായം ചെയ്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ സാഹിബ്. ബാങ്ക് ചെയർമാൻ ശ്രീ കൃഷ്ണൻ മാസ്റ്റർ അതുപോലെ ഈ പരിപാടിക്ക് സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയർ ITI.
ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു. ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ITI ആണ്. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ. ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.